ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ചെറുപഴം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ചെറുപഴത്തിൻ്റെ കൂടെ തന്നെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുഞ്ഞു കുഞ്ഞു ചേരുവകൾ മാത്രം മതിയാവും നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, ഏറ്റവും കൂടി ഒരു 10 മിനിറ്റ് അത്രയും മാത്രം മതിയാവും. അപ്പോൾ റെസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും തന്നെ വെക്കേണ്ട, നല്ല പഞ്ഞി പോലുള്ള സ്നാക്സ് ആട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളായത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഈ പഞ്ഞി പോലുള്ള സ്നാക്സ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ തന്നെ എടുക്കണേ. ഇനി ആ ബൗളിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4-5 ചെറുപഴമാണ്. ഇപ്പം നമ്മൾ ചെറുപഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത ചെറുപഴം വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും നല്ല മധുരത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ സ്നാക്സ് കിട്ടുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഇതേപോലെ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ചെറുപഴം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല രീതിയിൽ തന്നെ വേണം നമുക്കൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ ഇങ്ങ് ഉടഞ്ഞുടഞ്ഞു വരും. നമ്മുടെ ഈ ചെറുപഴം ചെറിയൊരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ നമ്മുടെ ചെറുപഴമൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുത്തുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര എടുക്കാനായിട്ട്. ഞാനിവിടെ 5 ചെറുപഴത്തിന് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും കൂടി നമ്മൾ പഴത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് റവയാണ്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ 1/2 കപ്പ് റവയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ റവയും കൂടി നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സിലേക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ റവയും അതേപോലെ തന്നെ പഞ്ചസാരയും പഴവും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് ആദ്യമേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചേർത്തിരിക്കുന്ന പഞ്ചസാരയും പഴവും കൂടി ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ തന്നെ ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കൂടെ ആ റവയും കൂടി ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും, കുറച്ച് കട്ടിയായിട്ട്. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് മെയിൻ ചേരുവയായിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി ചേർത്തത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 250 ml കപ്പിന്. അത് 2 തവണയായിട്ടാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ പഴത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ച് തന്നെ ഇടുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ 2ആയിട്ട് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി കുഴയ്ക്കാനായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമല്ല മറിച്ച് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കവർപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചാറിയതൊന്നുമല്ല, സാധാരണ കവർപ്പാൽ തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യമേ ഒരുമിച്ച് അങ്ങ് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അത് നോക്കിയിട്ട് കുറച്ച് ഒഴിച്ച് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി നമ്മളങ്ങ് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതിയാവും. നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് പിടിക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഇതേപോലെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യുന്ന നേരത്ത് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. അതേപോലെ തന്നെ ഉള്ളൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡ നമ്മളങ്ങ് ചേർത്ത് കൊടുത്തത്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ സ്പൂണിലെടുത്ത് ഇങ്ങനെ താഴ്ത്തിയിടുമ്പോൾ കുറച്ചൊരു കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരുപാട് അങ്ങ് കട്ടിക്കുമല്ല, എന്നാൽ ഒരുപാട് ലൂസിലും അല്ല, അത് നല്ല കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിത് കയ്യിലെടുത്ത് ഇതേപോലെ ഓയിലിലേക്ക് ഇടാൻ പാകത്തിനുള്ള ഒരു പരുവത്തിന്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ പാലൊഴിച്ച് കുഴച്ചെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പാൽ ആദ്യമേ ഒഴിച്ച് കുഴച്ചെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊട്ടും തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്ക് നേരെ എണ്ണയിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിൽ വേണം ഇവിടെ ഇടാനായിട്ട്. അതിപ്പോൾ ഈ സ്നാക്സ് എന്നല്ല, ഏത് സ്നാക്സ് ആണെങ്കിലും. അതിനുശേഷം നമ്മൾ കയ്യിൽ കുറച്ചെടുത്ത് ഇതേപോലെ അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കി തന്നെ ഇടാം, കാരണം എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്നും കൂടി ഒന്ന് പൊങ്ങി വരും. തീരെ അങ്ങ് ചെറുതുമാക്കണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് വലുതുമാക്കണ്ട. ഒരു മീഡിയം സൈസിൽ നമ്മൾ ഇതേപോലെ കയ്യിൽ കുറച്ചെടുത്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു വശമൊക്കെ ആണെങ്കിലും പതുക്കെ കളറൊന്ന് മാറി കരിയാതെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു വശം മറിച്ചിട്ട് കൊടുത്ത് അടുത്ത വശം ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരുപാട് കട്ടിയുള്ള സ്നാക്സ് ഒന്നുമല്ലോ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡി ആയിട്ട് വരും.
അപ്പോൾ ഉള്ളൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായിട്ട് വന്നോളും. ഗ്യാസ് ഒരു മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയത്തിലാണെങ്കിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ രണ്ട് വശത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ശരിക്കും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇനിയും ഒരുപാട് കളറൊന്നും മാറാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് കോരിയെടുത്ത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഗോതമ്പൊടി എടുത്തതേ ഉള്ളൂ. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം. മൈദയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഗോതമ്പൊടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഗോതമ്പൊടി എടുത്തത്. അപ്പോൾ കണ്ടല്ലോ, നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ കയ്യിലിപ്പോൾ ഒരുപാട് പഴുത്ത പഴമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ കളയണ്ട. പെട്ടെന്ന് തന്നെ ഇതേപോലെ സ്നാക്സ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല മധുരമുള്ള സ്നാക്സാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ആകെ 3 ബാച്ചായിട്ടാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനിയും ഇത്രയധികം മാവ് ബാക്കിയുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇത്ര പഴം ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം സ്നാക്സ് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ പഞ്ഞിപ്പോലുള്ള സ്നാക്സ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കി നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോൾ ഒരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മാത്രമല്ല കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കൂടെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.